നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം വാർത്തകൾ ഇതുവരെ വേഗത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്ന ഇരുവരുടെയും മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ വിശദമായി പരിശോധിക്കും. കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ എന്നും സംശയം. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. സന്നിധാനത്ത് ഇന്നും വൻ ഭക്തജന തിരക്ക്. 2 ദിവസത്തിനിടെ ദർശനം നടത്തിയത് 2,05,000-ലധികം തീർത്ഥാടകർ. തിരക്ക് കണക്കിലെടുത്ത സ്പോട്ട് ബുക്കിംഗ് ഇന്നും 5,000-ആയി നിജപ്പെടുത്തും. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ധാരണ. അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച് യുക്രൈൻ. വ്ളാഡിമിർ സെലൻസ്കി ഉടൻ അമേരിക്ക സന്ദർശിക്കും. റഷ്യയിലേക്കും യുക്രൈനിലേക്കും പ്രതിനിധികളെ അയക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. എത്യോപ്യൻ അഗ്നിപർവ്വത ചാരം ഇന്ത്യൻ ആകാശത്ത് നിന്ന് മാറി. പുകപടലങ്ങൾ ചൈനയിലേക്ക് നീങ്ങി. നിരീക്ഷണം തുടരുമെന്ന വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. സംസ്ഥാനത്ത് ഇന്നും മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 140 അടിയായി ഉയർന്നു. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ലേബർ കോഡിനെതിരെ ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധം നടത്തുന്നത് പ്രതിപക്ഷ സംഘടനകൾ. ജില്ലാടിസ്ഥാനത്തിൽ പരിപാടികൾ. സംസ്ഥാനത്ത് CITUവും INTUCയും ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് സംസ്ഥാന സർക്കാർ. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് കോൺഗ്രസും ലീഗും. തദ്ദേശപ്പോര് കനക്കുന്നു. വിമതരെ അനുനയിപ്പിക്കാനാകാതെ മുന്നണികൾ. പോസ്റ്റൽ ബാലറ്റുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ഇന്ന് തുടങ്ങും. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി. ബയർ ലെവർകൂസന്റെ ജയം. എതിരില്ലാത്ത 2 ഗോളിന് ബാഴ്സലോണയെ 3-0 തോൽപ്പിച്ച ചെൽസി. ഒമ്പത് മണി വാർത്തയിലേക്ക് വിശദമായി കടക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനര് എന്നിവരുടെ മൊഴികൾ ആണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നാണ് ഇരുവരുടെയും മൊഴി. VV അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, തന്ത്രിമാരുടെ മൊഴി കൂടി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ഈ ശബരിമലയിൽ ഇത്രയധികം ഇടപാടുകൾ നടത്തുമ്പോൾ അവിടെയുള്ള എല്ലാവരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ അടുപ്പവും ബന്ധവും സ്ഥാപിച്ചിട്ടുണ്ടാകണം. അതിൽ തന്നെ ഈ തന്ത്രിമാർക്ക് അവർക്ക് ഇടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവരുടെ മൊഴി എന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? അഭിലാഷ്, നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥ തലത്തിലും അതിനപ്പുറത്തേക്ക് ബോർഡ് അധ്യക്ഷന്മാരടക്കമുള്ള രാഷ്ട്രീയ തലത്തിലെയും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. തന്ത്രിമാരുടെ പങ്ക് അല്ലെങ്കിൽ ക്ഷേത്ര തന്ത്രിയുടെ മുൻ തന്ത്രി അടക്കമുള്ളവരുടെ പങ്ക് സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ ഉയർന്നു വന്നിരുന്നു. അന്വേഷണ സംഘത്തിന് അതുമായി ബന്ധപ്പെട്ട ചില മൊഴികളും പരാതികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ശബരിമല ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയായിരുന്ന തിരുവഞ്ചൂർ സ്വദേശി ആയ ഒരു മേൽശാന്തി ഒരു പരാതി SC ശങ്കരൻ നമ്പൂതിരി നേരത്തെ ഒരു പരാതി വിജിലൻസ് നൽകിയിരുന്നു. പിന്നീട് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിലുള്ള ഒരു പരാതി തന്നെയാണ്. പക്ഷെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പരാതി തന്റേതല്ല, താൻ എഴുതിയതല്ല എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തു. പക്ഷേ ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമിടയിലുള്ള ബന്ധത്തേക്ക് പരാമർശിക്കുന്ന നിരവധി പരാതികൾ, ഊമക്കത്തുകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു പരാതി ഇപ്രകാരമാണ്: ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന കാലഘട്ടം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഈ തന്ത്രിക്ക് അറിയാമായിരുന്നു. രാജീവ് തന്ത്രിയുടെ പ്രധാന
ഇടങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ ജലഹള്ളി അയ്യപ്പ ക്ഷേത്രം. അവിടെ കീഴ്ശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ വെച്ച് തന്ത്രി രാജീവരുടെ പ്രധാന ആളായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. അങ്ങനെയാണ് ശബരിമലയിലേക്ക് വരുന്നത് എന്നൊക്കെ ഉള്ള വിവരങ്ങളടങ്ങിയ കത്തുകളും അതുപോലെ തന്നെ മൊഴികളുമൊക്കെ ഈ അന്വേഷണ സംഘം ലഭിച്ചത്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അറിയാനായി ഈ തന്ത്രി കണ്ടത് രാജീവ് അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് തന്നെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ മൊഴിയിൽ ഉള്ളതെന്നാണ് ഇനി അറിയേണ്ടത്. ഒരു തവണ ചോദ്യം ചെയ്തു. അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൊണ്ടുവന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. ദൈവതുല്യരായി കാണുന്ന പലർക്കും ഇതിൽ പങ്കുണ്ടാകാം എന്നൊരു സൂചന അദ്ദേഹം നൽകിയിരുന്നു. ആരാണ് ദൈവതുല്യർ എന്ന ചോദ്യമൊക്കെ അപ്പോൾ ഉയർന്നു വന്നു. ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് മാറിയ ചർച്ചയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ദൈവതുല്യര എന്ന് പറയുമ്പോൾ ദൈവവുമായി അത്രയധികം അടുത്തൊരു ശബരിമല അയ്യപ്പനുമായി ഏറ്റവും അധികം അടുത്ത ബന്ധം പുറത്തുനിന്ന് അവകാശപ്പെടുന്നവർ ക്ഷേത്ര തന്ത്രിയാണ്, തന്ത്രി കുടുംബമാണ്. അത്തരം ആളുകളിലേക്കാണോ പത്മകുമാർ വിരൽ ചൂണ്ടിയത്? പത്മകുമാറിനെ ഇന്ന് SITയുടെ കസ്റ്റഡി കിട്ടാനിരിക്കുന്നു. അപ്പോൾ ഈ തന്ത്രിക്കെതിരെ മുൻ തന്ത്രിക്കെതിരെ രാജീവ് കണ്ഠരർ അടക്കമുള്ളവരുടെ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴി പത്മകുമാർ നൽകുമോ? ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സൂചന അദ്ദേഹം നൽകിയിരുന്നോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ശബരിമലയിലെ എന്ത് വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റണമെങ്കിലും എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അവിടെ തന്ത്രി കുടുംബത്തിന്റെ അനുമതി വേണം. ആ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളാകട്ടെ അല്ലെങ്കിൽ പ്രധാന വാതിലിലെ ക്ഷേത്രത്തിലെ വാതിലിലെ കട്ടളയാകട്ടെ ആ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടള പോലും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയൊക്കെ കെട്ടിടപാടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു. അത് അനുമതി ഉണ്ടെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് സ്വാഭാവികവും തന്ത്രിക്കും അറിയാമായിരുന്നിരിക്കണം. അവിടെ തന്ത്രിയുടെ കൂടി ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇതിലുണ്ടായിരിക്കുന്നത്, തന്ത്രി കൂടി കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമൊക്കെയാണ് ഇനി അറിയേണ്ടത്. പത്മകുമാറിന്റെ മൊഴി വളരെ നിർണായകമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വളരെ നിർണായകമാണ്. വാസുവിന്റെ മൊഴി വളരെ നിർണായകമാണ്. ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാകാം ഒരുപക്ഷെ അന്വേഷണ സംഘം ഈ രണ്ട് തന്ത്രിമാരെയും പൂജാരിമാരെയും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത് അവരുടെ മൊഴി രേഖപ്പെടുത്തി അവർ വിട്ടയച്ചിട്ടുണ്ട്. തുടർ അന്വേഷണങ്ങളിലേക്ക് പോകുമോ എന്നറിയണം. ഏതായാലും ഇന്ന് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടുകൊടുക്കാൻ തന്നെയാണ് സാധ്യത. അതോടുകൂടി ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം കടന്നേക്കാം. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് ശബരിമലയുമായി അതാണല്ലോ, അതായത് അരുൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദം പ്രധാനമായും രാഷ്ട്രീയ കോണുകളിൽ തന്നെയാണ് തട്ടി നിൽക്കുന്നത്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ എപ്പോഴും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് നടക്കാറുള്ളത്. ഓരോരോ സർക്കാരുകൾ മാറി വരുമ്പോൾ രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നു. അതിൽ തന്നെ പലരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്നവരിൽ പലരും അവിശ്വാസികളാണ്, അവർക്ക് വിശ്വാസമില്ലാത്തവരാണ് എന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കെ തന്നെയാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ ദൈവത്തോട് ദൈവസങ്കല്പത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളടക്കം ഉയരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ മൊഴിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പ് ഈ ഉദ്യോഗസ്ഥ തലത്തിലും അല്ലെങ്കിൽ ബോർഡ് തലത്തിലുമൊക്കെ എന്ന് പറയുമ്പോൾ പോലും മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ടോ, അതിൽ തന്നെ വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്നവർക്ക് പങ്കുണ്ടോ, ആചാരങ്ങളുടെ ഭാഗമായി പദവികളിൽ ഇരിക്കുന്നവർക്ക് പങ്കുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കണമെന്ന് വലിയ തോതിലുള്ള ആവശ്യം ഉയരുന്നുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ളതിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവർ ആര് തന്നെയായാലും നിയമത്തിന് മുന്നിലേക്ക് വരണം എന്നത് തന്നെയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ നിലപാട്. അപ്പോൾ അത്തരം പരാതികളും ആക്ഷേപങ്ങളും എല്ലാം ഈ പ്രത്യേക അന്വേഷണ സംഘം ഏറെ ഗൗരവത്തോടു കൂടി നോക്കി കാണുന്നു എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കാരണം അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ നീക്കമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ആദ്യം ഉദ്യോഗസ്ഥരെ മൊഴിയെടുക്കാൻ വിളിക്കുന്നു, അവരെ അറസ്റ്റിലേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിന്റെ ഒരു കുറ്റക്കാർ എന്ന ഒരു ബോധ്യം ആദ്യഘട്ടത്തിലൊക്കെ പ്രചരണമുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥത്തിൽ നിന്ന് വീഴ്ചയെന്ന് CPM അടക്കം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥത്തിൽ മാത്രമല്ല, മനഃപൂർവ്വമോ അല്ലാതെയുള്ള വീഴ്ച ഈ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അവിടെയാണ് N. വാസു എന്ന ദേവസ്വം കമ്മീഷണറെ ആദ്യം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വാസുവിലേക്ക് അന്വേഷണം പോയത്. അതേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നീട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിലേക്ക് അന്വേഷണം പോയി അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയും ചെയ്യുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെയും വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ മൊഴി എന്താണെന്ന കാര്യമാണ് വ്യക്തമായി വരേണ്ടത്. ചില വിവരങ്ങൾ മാത്രമാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. ആ മൊഴി ഇതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളിലേക്കോ മന്ത്രിമാരടക്കമുള്ളവരുടെ പേരുകൾ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ആ മന്ത്രിമാരിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ തന്ത്രിയിലേക്കാണോ പോകുന്നത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ചാണെങ്കിൽ തന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന എന്തെങ്കിലും
വിവരങ്ങൾ അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ ഈ മുൻ തന്ത്രിയിലേക്ക് ഇപ്പോൾ അന്വേഷണം പോയിട്ടുള്ളത്. ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിൽ പിടിച്ചു കയറി ആ ചങ്ങലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ ചങ്ങലയിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് എത്തി നിൽക്കുന്ന കണ്ണി ഒരുപക്ഷെ ഈ തന്ത്രിയായിരിക്കാം, മുൻ തന്ത്രിയായിരിക്കാം. അദ്ദേഹത്തിന് ഇതിലെന്താണ് പങ്ക് എന്ന കാര്യത്തിനെയും വ്യക്തം വരേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കൊള്ളയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടി കബളിപ്പിച്ചാണോ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പ്രതികളും സ്വർണം കടത്തിയിട്ടുള്ളത്, അയ്യപ്പന്റെ സ്വർണം കടത്തിയിട്ടുള്ളത്, ശബരിമലയിലെ സ്വർണം കടത്തിയിട്ടുള്ള കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും തന്ത്രിയിൽ നിന്ന് ലഭിച്ച വിവരം, തന്ത്രിക്കെതിരെയുള്ള മൊഴികൾ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പത്മകുമാർ കൂടി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾ കൂടി അന്വേഷിച്ച് പോകേണ്ടതുണ്ട്. അവിടെ തന്ത്രി ഈ കാര്യത്തിൽ എന്താണ് തന്ത്രിയുടെ പങ്ക് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തതയും വരേണ്ടതുണ്ട്. അഭിലാഷ്, ക്ഷേത്ര പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിൽ തങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാറില്ല എന്ന തന്ത്രി കുടുംബത്തിന്റെ പ്രതികരണമൊക്കെ അടക്കം നേരത്തെ വന്നിട്ടുള്ളതാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപെടാറുള്ളത് എന്നതുമൊക്കെയാണ് തന്ത്രി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിപട്ടികയിലേക്ക് അല്ലെങ്കിൽ പ്രധാന പ്രതിയായി നിൽക്കുമ്പോൾ ഈ കൊള്ളയ്ക്ക് ഏറ്റവും ആധികാരികമായി തെളിവായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളവർ എല്ലാവരും തന്നെ ചോദ്യമുനയിലേക്ക് എത്തുന്നത്. അരുൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ഏതെങ്കിലും തരത്തിലുള്ള അറിവ് തന്ത്രിമാർക്കുണ്ടായിരുന്നോ, അതിനൊക്കെ അപ്പുറത്ത് തന്ത്രിമാരെ കൂടി കബളിപ്പിച്ചുകൊണ്ടാണോ ഈ തട്ടിപ്പ് നടന്നത് എന്നതിലൊക്കെയാണ് വ്യക്തത കൈവരേണ്ടത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അന്വേഷണ സംഘം തന്ത്രിമാരിലേക്കും എത്തിയത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റഡിയിൽ വേണം എന്ന് ആവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്ന് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പത്മകുമാറിന്റെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ തട്ടിപ്പിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. കേസിൽ അറസ്റ്റിലായ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ അപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. മുരാരി ബാബുവിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. താൻ തെറ്റുകാരനല്ല എന്നും ബോർഡ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് മുരാരി ബാബു കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വർണ്ണപ്പാളികളെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിലെ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ ജയശ്രീയെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട്. താൻ നടപ്പിലാക്കിയത് ഉന്നത തലത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മാത്രം എന്നായിരുന്നു ജയശ്രീയുടെ വാദം. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് എന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നുമാണ് ജയശ്രീയുടെ ആവശ്യം. ഇന്നലെ ഹർജി പരിഗണിച്ച കോടതി കൂടുതൽ വാദത്തിനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ വിവാദങ്ങളെല്ലാം ഇത്തരത്തിൽ നിലനിൽക്കുമ്പോഴും ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹം തുടരുക തന്നെയാണ്. 2 ദിവസത്തിനിടെ ദർശനം നടത്തിയത് 2,50,000-ത്തിലധികം തീർത്ഥാടകർ ആണ്. രാവിലെ നട തുറന്നതിന് ശേഷമുള്ള ഓരോ മണിക്കൂറിലും 5,500 തീർത്ഥാടകർ ആണ് ദർശനം നടത്തുന്നത്. തിരക്ക് കണക്കിൽ എടുത്ത് സ്പോട്ട് ബുക്കിംഗ് ഇന്നും 5,000-ആയി നിജപ്പെടുത്തുകയും ചെയ്യും. ഈ തീർത്ഥാടന കാലത്ത് ഇതുവരെ 8.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടിയിട്ടുണ്ട്. സജീവ് സി വാര്യർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജീവ്, വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭക്തരുടെ ഒഴുക്കിൽ ഒരു കുറവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കണക്കുകൾക്കപ്പുറത്തേക്ക് 80,000 പേർക്ക് 90,000 പേർക്കൊക്കെ ദർശന സൗകര്യം ഒരുക്കുമെന്ന് പറയുമ്പോൾ പോലും 2 ദിവസത്തെ കണക്കാകട്ടെ അതിലും ഒക്കെ ഏറെ ഉയരത്തിലേക്ക് എത്തി നിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ന് എന്താണ് സാഹചര്യം? സന്നിധാനത്ത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം പമ്പയിൽ നിന്ന് തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 5,000-ലേറെ പേരാണ് ഓരോ മണിക്കൂറിലും ശബരിമല 18ാം പടി കയറുന്നത്. 5,400-ലേറെ പേർ കയറുന്നു എന്നാണ് ആദ്യ മണിക്കൂറുകളിലെ കണക്ക്. അതോടൊപ്പം ഇന്നലെ നിലയ്ക്കൽ അടക്കമുള്ള മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 3-4 മണിക്കൂറോളം നേരം തീർത്ഥാടകരെ തടഞ്ഞ് നിർത്തിയിരുന്നു. കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പമ്പയിൽ നിന്നും ഇന്നലെ അഭൂതപൂർവമായ
തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി പമ്പയിൽ ഇന്നലെ വൈകിട്ടുള്ള ദർശനത്തിനെത്തിയ ആളുകളെ നിയന്ത്രണ വിധേയമായാണ് കടത്തിവിട്ടിരുന്നത്. ഇന്നും സ്ഥിതി വ്യത്യാസമില്ല. വീക്ക് ഡേയ്സ് ആയിട്ടും അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ പോലും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1,00,000-ലേറെ പേർ ഓരോ ദിവസവും സന്നിധാനത്ത് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ആളുകൾ മരക്കൂട്ടം വഴി ശരണപാതകൾ വഴി തന്നെയാണ് വരുന്നത്. വനപാതകളിലൂടെയുള്ള ആളുകളുടെ എണ്ണം പൊതുവെ ചുരുക്കമാണ്. അതേസമയം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ആദ്യ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല. சேலம் தமிழ்நாடு சேலம் எப்படி இருந்தது? ரொம்ப கூட்டமா தான் இருக்குது. எங்க இருந்தது? பம்பையில இருந்தே கூட்டமா தான் இருக்குது. எவ்வளவு நேரம் அங்க இருந்து கிட்ட பாத்தீங்கன்னாக்கா 3 மணிக்கே இருந்தோம். நிப்பாட்டி வச்சிருக்காங்க. ஆமா, அங்கங்க நிப்பாட்டி விடுறாங்க. 3 மணில இருந்தே வரும். எவ்வளவு வாட்டி நிப்பாட்டி இருக்கு? கிட்டத்தட்ட பாத்தீங்கன்னாக்கா ஒரு 6 மணி நேரம் ஆயிப்போச்சு. 3 மணில இருந்து இப்ப மணி 9 ஆகுது இல்ல. காலையில எந்த டைம்ல நீங்க 12 மணிக்கு வந்துட்டோம் பம்பைக்கு. நைட்ல? ஆமா, நைட்டு 12 மணிக்கு. 12 மணி. அங்கேயும் கூட்டம், ஃபுல்லா கூட்டம், எல்லாமே வண்டி, ஃபுல்லா வண்டி, ஏகப்பட்ட கூட்டம் அன்னைக்கு வந்து. எவ்வளவு பேர் இருந்தீங்க? நாங்க 22 பேரு. ஆமா, பஸ் டிராவல்ஸ். நாமக்கல், சேலம். ஆமா, திருச்சிராப்பள்ளியிலிருந்து கனகராஜ் சுவாமிகள். நல்லா ஏற்பாடெல்லாம் நல்லா பண்ணி வச்சிருக்காங்க ஐயப்பா. ஆனா கூட்ட நெரிசல் அதிகம், அவங்களால சமாளிக்க முடியல. இருந்தாலும் அந்த அடைச்சு விடுறப்ப எங்களை மாதிரி வயசானவங்க தள்ளி விட்டு கால் கையெல்லாம் அடி வாங்கி தண்ணி கொடுக்க சொல்லுங்க. தண்ணி எங்கேயுமே இல்ல, தண்ணி இல்ல சாமி. தண்ணி ரொம்ப கஷ்டம், தண்ணிக்கு ரொம்ப கஷ்டமா இருக்கு. பேசிக் அம்யூனிட்டிஸ், பாத்ரூம், லெட்டின் பாத்ரூம், ரெஸ்ட் ரூம் இல்ல, குடிக்கிறதுக்கு தண்ணி இல்ல. பேசிக் அம்யூனிட்டிஸ் மட்டும். அந்த மூலிகை வாட்டரை தவிர வேற எங்கேயும் தண்ணி சப்ளை இல்ல. அதை கொஞ்சம் சிறப்பா பண்ண சொல்லுங்க, அடுத்து வர்ற ஆளுங்களுக்கு சௌகரியமா இருக்கும். நியூஸ் 18. தேங்க்யூ. അതാണ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും അതുപോലെ സേലത്തിൽ നിന്നുള്ള തീർത്ഥാടകർ പറയുന്നത്. വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല. പക്ഷേ മൂലി വാട്ടർ എന്ന് അവർ പറയുന്നത്, അതായത് ചുക്കുവെള്ളം എല്ലാം ലഭിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും അധികമായിട്ട് ആളുകളുണ്ട്. നിയന്ത്രണത്തോടു കൂടിയാണ് ആളുകൾ വിടുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് എത്തിയ ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ തിരക്ക് നിയന്ത്രിച്ചും, എന്നാൽ അതേസമയം ഇപ്പോൾ സാധ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡും പോലീസും അടക്കമുള്ള ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് റമദാൻ ചന്ദ്രശേഖർ DGP ഇവിടെ സന്ദർശനം നടത്തിയത്. പുതിയ പോലീസ് സംഘം ചുമതലയേൽക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിലെ ആളുകൾ മാറുകയും രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ആളുകൾ ചുമതലയേൽക്കുകയും ചെയ്ത് അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. എന്നാലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ ഭക്തർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോഴും ക്രമീകരണങ്ങളിലൂടെ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നുണ്ട്. തീർത്ഥാടകർക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നുമുണ്ട് എന്നാണ് സജീവ് സി വാര്യർ സന്നിധാനത്ത് നിന്നും നൽകുന്ന റിപ്പോർട്ട്. ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുകയാണ്. അവിടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമായേക്കും എന്ന ശുഭസൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്ക തയ്യാറാക്കിയ 28 നിർദ്ദേശങ്ങൾ ഉള്ള സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചേക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. കരാറിൽ കൂടുതൽ ചർച്ചകൾക്കായി റഷ്യയിലേക്കും യുക്രൈനിലേക്കും ട്രംപ് പ്രതിനിധികളെ അയക്കും. കരാർ റഷ്യയ്ക്ക് അനുകൂലം എന്നാണ് യുക്രൈനിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്നത്. അതേസമയം വ്ളാഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൗസിൽ കാണുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. Under our leadership, we passed the largest tax cuts in history, the largest spending cuts in history, the largest regulation cuts in history, and we have fully secured our southern border. I've also ended 8 wars in 9 months, and we're working on that final war. It's not easy, but I don't know. I think we're going to get there. 25,000 soldiers, Ukraine, Russia. In the last month, 25,000 soldiers have died. So I think we're getting very close to a deal. We'll find out. I thought that one would have been gone quicker. We did 8. I thought that would have been an easier one, but I think we're making progress. In less than 1 year, we've accomplished more than most other administrations have accomplished in 8 years. And this is a very special Thanksgiving. We thank God for His many blessings and the great success that this country has seen in the short period of time.
ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ആണ് ചേരുന്നത്. അഭിലാഷ്, 28 നിർദ്ദേശങ്ങൾ ആണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ പലതവണ റഷ്യൻ പ്രസിഡന്റുമായും അതോടൊപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കിയുമായും ഒക്കെ ട്രംപ് ആശയവിനിമയം നടത്തിയിരുന്നുവെങ്കിലും സെലൻസ്കി ഉടക്കി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ട്രംപ് റഷ്യയ്ക്ക് അനുകൂലമാകുന്ന ഫോർമുലയാണ് തയ്യാറാക്കുന്നത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം. ചില ചർച്ചകളിൽ, ഉഭയകക്ഷി ചർച്ചകളിൽ പരസ്യമായൊരു വാഗ്വാദത്തിലേക്ക് പോലും ഇവർ പോയൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്നൊക്കെ സാഹചര്യം മാറുന്നു. കരാറിലേക്ക് ഏതാണ്ട് പൊരുത്തപ്പെടുകയാണ് യുക്രൈൻ എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇനി അധികം താമസിയാതെ തന്നെ വെടിനിർത്തൽ എന്നത് പ്രാബല്യത്തിലേക്ക് വരും. യുദ്ധം അവസാനിക്കുമെന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കാൻ പോകുന്നു. 3 വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്ക തയ്യാറാക്കിയ സമാധാന കരാർ യുക്രൈൻ അംഗീകരിക്കാൻ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സമ്മതം മൂളിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. വ്ളാഡിമിർ സെലൻസ്കി ഉടൻ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണും. അവരുമായി സംസാരിക്കും, പരസ്പരം ചർച്ചകൾ ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയുടെ പ്രതിനിധികൾ റഷ്യയിലും യുക്രൈനിലും പോയി നേതാക്കളെ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ യുദ്ധം എന്തിനാണ് തുടങ്ങിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുക്രൈന് നാറ്റോയിൽ ചേരാനുള്ള താല്പര്യം ഇവർ പണ്ട് തൊട്ട് പറയുന്നതാണ്. അതിന് കൂടുതൽ ജോ ബൈഡനുമായി ചേർന്നുകൊണ്ട് ആ ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് റഷ്യ അതിൽ ഉടക്ക വയ്ക്കുന്നതും പിന്നീട് റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത്. എന്നാൽ ഈ സമാധാന കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ്. യുക്രൈനെ ഒരിക്കലും നാറ്റോയിൽ ചേർക്കില്ല എന്നുള്ള ഒരു പോയിന്റ് അതിൽ ചേർത്തിരിക്കുന്നു. നാറ്റോയുടെ ആർമി സഖ്യം ഒരു തരത്തിലും യുക്രൈൻ ഒരു താവളമാക്കി ഉപയോഗിക്കില്ല എന്നുള്ളൊരു പോയിന്റ് കൂടി ഈ സമാധാന കരാറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ യുക്രൈൻ ഇത്രയും നാൾ യുദ്ധം ചെയ്തത്, പടവെട്ടിയതെല്ലാം വെറുതെയാകുമെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഈ സമാധാന കരാർ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള സമാധാന കരാറാണ് അമേരിക്ക തയ്യാറാക്കുന്നെന്നുള്ള ആരോപണങ്ങൾക്ക് കാമ്പുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, യുക്രൈൻ്റെ സൈനിക ശേഷി അത് 6 ലക്ഷത്തിൽ ഒതുക്കണം, ലിമിറ്റ് ചെയ്യണമെന്നുള്ള ചില കരാറുണ്ട്. അതുപോലെ റഷ്യയെ ഒരു യുദ്ധക്കുറ്റവാളി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അതിൽ ഈ സമാധാന കരാറിലുണ്ട്. മാത്രമല്ല, അമേരിക്കയും റഷ്യയും തമ്മിൽ കൂടുതൽ റെയർ എർത്ത് മെറ്റൽസിലടക്കം, അതായത് റഷ്യയും ചൈനയുമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അമേരിക്കയും ചൈനയുമായി ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത് റെയർ എർത്ത് മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണ്. അതിന് ചൈനയ്ക്ക് പകരം റഷ്യയെ തങ്ങളുടെ ഒരു സ്രോതസ്സാക്കി മാറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക റഷ്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തയ്യാറെടുക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തിലൊരു സമാധാന കരാർ രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് യുക്രൈനിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ വിമർശനം. എന്നാൽ ആ വിമർശനങ്ങൾ നിലനിൽക്കെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ സമാധാന കരാർ അംഗീകരിക്കുന്നു എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്നുള്ളതൊക്കെ ഒരുപക്ഷെ വ്ളാഡിമിർ സെലൻസ്കി തന്നെ മാധ്യമങ്ങളോട്, ജനങ്ങളോട് വിശദീകരിക്കും. എന്തായാലും ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അമേരിക്ക എത്തുന്നു എന്നുള്ളതാണ്. റഷ്യയ്ക്ക് ഈ സമാധാന കരാർ വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. റഷ്യ ഇപ്പോൾ പിടിച്ചെടുത്ത യുക്രൈനിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. അതിൽ കുറച്ച് ഭാഗം വിട്ടുകൊടുക്കേണ്ടി വരും എന്നുള്ളതൊഴിച്ചാൽ റഷ്യയെ സംബന്ധിച്ച് വലിയ വിജയമാണ് G8 നാഷൻസിൽ, അതായത് 2014 റഷ്യ ക്രിമിയയെ തങ്ങളുടെ ഭൂപടത്തിലേക്ക് ചേർക്കുമ്പോൾ G8 നാഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 8ാമത്തെ അമേരിക്ക അടക്കമുള്ള അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളുള്ള കൂട്ടായ്മയാണ് G18. അതിൽ റഷ്യയെ പുറത്താക്കിയിരുന്നു ക്രിമിയയെ കൂട്ടിച്ചേർത്തതിൽ. എന്നാൽ ഇത്തവണ ഈ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അതിൻ്റെ സമാധാന കരാറിലേക്ക് വരുമ്പോൾ വീണ്ടും റഷ്യയ്ക്ക് G8ലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ തുറന്നു വയ്ക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാട് രാജ്യത്തിനകത്തും അതുപോലെ അന്താരാഷ്ട്ര ഇതിലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും. എന്തായാലും അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ കാര്യങ്ങൾ ശുഭകരമാണ്. അപ്പോഴും 3 വർഷമായി തുടരുന്ന ഈ യുദ്ധത്തിന് ഒരു തീവ്രതയും കുറഞ്ഞിട്ടില്ല എന്നാണ്. ഈ സമാധാന ചർച്ചകൾ നടക്കുന്ന പുലരിയിൽ പോലും
വലിയ തോതിലുള്ള ഷെല്ലാക്രമണം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. യുക്രൈനിൽ 7 പേർ ആ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സമാധാന ചർച്ചകളിൽ വലിയ പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്നത് എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഉയർന്ന ചാരവും പുകയും ഇന്ത്യൻ ആകാശത്ത് നിന്ന് പൂർണ്ണമായും മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാത്രി 10:30 ചാരവും കരിമേഘ പടലങ്ങളും ചൈനീസ് ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതോടെ വിമാന സർവീസുകൾ സാധാരണ നിലയിലായി. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, വലിയ ആശ്വാസമാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഒന്ന്, രാജ്യതലസ്ഥാനമായ ഡൽഹി വലിയ തോതിൽ പൊല്യൂഷൻ നേരിടുന്ന അല്ലെങ്കിൽ മലിനീകരണം നേരിടുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അടക്കം വർക്ക് ഫ്രം ഹോം ആക്കിയ പശ്ചാത്തലമൊക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അഗ്നിപർവ്വത പുകപടലങ്ങൾ കൂടി എത്തിയിരുന്നുവെങ്കിൽ അത് അതിരൂക്ഷമായൊരു മാലിന്യ സാഹചര്യം കൂടി സൃഷ്ടിച്ചേനെ. അതോടൊപ്പം വിമാന സർവീസുകൾ താറുമാറാകുമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം കൂടിയല്ലേ ഇത്? സൂചിപ്പിച്ചതുപോലെ ഡൽഹിയെ സംബന്ധിച്ച് എയർ ക്വാളിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ 12 ദിവസമായി തുടർച്ചയായി ഏറ്റവും മോശമായ നിലയിലാണ്. 350-നും 400-നും ഇടയിലൊക്കെയാണ് അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കഴിഞ്ഞ 12 ദിവസമായി വരുന്നത്. അത്രയും മലിനീകരണമായ ഒരു വായു ഉള്ള ഒരു സ്ഥലത്താണ് എത്യോപ്യയിൽ നിന്ന്, ആഫ്രിക്കൻ കൺട്രിയിൽ നിന്ന് ഒരു രാജ്യത്തെ വോൾക്കാനോ സ്ഫോടനം ഉണ്ടാകുന്നതും അതിനുശേഷം ആ വോൾക്കാനോയുടെ പൊടിപടലങ്ങളും സൾഫർ ഡയോക്സൈഡ് അടക്കമുള്ള രാസപദാർത്ഥങ്ങളും പുകയായി, ചാരപ്പുകയായി ഡൽഹിയിലും രാജസ്ഥാനിലും ഒക്കെ എത്തുന്നതൊക്കെ അത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് പ്രതലത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് 10 കിലോമീറ്റർ ഉയരത്തിലാണ്. അതായത് ഏതാണ്ട് 25,000-ഓളം അടി മുകളിലായതുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾക്ക് അതൊരു ഇരട്ടി പ്രശ്നമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരു മഴയായി പെയ്യുമ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ് അടക്കമുള്ള പദാർത്ഥങ്ങൾ ഭൂമിയിലേക്ക് എത്തും. അമ്ലമഴ എന്നാണ് അതിന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ്, നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ വ്യോമഗതാഗതത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്തയാണ്. മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനിരിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരാനിരിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. നിലവിൽ 11ഓളം എയർ ഇന്ത്യ ഫ്ലൈറ്റുകൾ അടക്കം റദ്ദ് ചെയ്തിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതെല്ലാം മാറാൻ പോവുകയാണ്. എല്ലാ ഫ്ലൈറ്റും സാധാരണഗതിയിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നു. DGCയുടെ കൃത്യമായ മുന്നറിയിപ്പുള്ളത് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഈ ചാരപ്പുക ചൈനയിലേക്ക് മാറിയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാഴ്ചയ്ക്ക്, ഫ്ലൈറ്റ് പോകുന്നതിന് കാഴ്ചയ്ക്കോ അന്തരീക്ഷത്തിനോ വ്യത്യാസമുണ്ടെങ്കിൽ ആ സമയത്തിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അടിയന്തരമായി താഴെ ഇറക്കേണ്ടതുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യണമെന്നുള്ള ചില മുന്നറിയിപ്പുകൾ കൂടി DGCയെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ റദ്ദാക്കിയ ഫ്ലൈറ്റുകളടക്കം പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന്, മുംബൈയിൽ നിന്ന് തിരിക്കേണ്ട ഫ്ലൈറ്റുകൾക്ക് പോകാൻ പറ്റാത്തതിന് അവർക്ക് പാകിസ്ഥാൻ എയർ സ്പേസ് ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് അനുമതി കൊടുക്കില്ല എന്നുള്ളത് പാകിസ്ഥാന്റെ നിലപാടാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഈ ചാരപ്പുക ഇന്ത്യ വിട്ട് പോയതോടുകൂടി തന്നെ ആ കാര്യത്തിലൊക്കെ ഒരു ഇന്ത്യക്ക് കൃത്യമായ ഇനി മുന്നോട്ട് പോകാൻ കഴിയും. കൃത്യമായി നമ്മുടെ എയർ സ്പേസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിവരം. എന്തായാലും ചാരപ്പുക ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഇനി ഒരു ഇതുമായി ബന്ധപ്പെട്ട് വ്യോമഗതാഗതത്തിന് ഒരു തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ഏകുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പോലെയുള്ള ഭാഗം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയരുന്ന പുകയും പൊടിപടലങ്ങളുമൊക്കെ വലിയ തോതിൽ മലിനീകരണത്തിന് വഴിയൊരുക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ആ കരിമേഘ പടലങ്ങൾ അവിടെ നിന്ന് നീങ്ങിയിരിക്കുന്നു എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന ഒന്നാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് തന്നെ എത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും ദുഃഖകരമാകുന്ന ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നാറാണയിൽ 8ാം ക്ലാസ്സുകാരനെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. 13-കാരനായ അനന്തു ആണ് മരിച്ചത്. വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അരുൺ മോഹനാണ് ചേരുന്നത്. അരുൺ, കുട്ടിയാണ്, 13 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എന്താണ് ഇങ്ങനെയൊരു പ്രവൃത്തിയിലേക്ക്, ഈ ആത്മഹത്യയിലേക്ക് ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് എന്നതിൽ അതിൻ്റെ സൂചനകൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? അരുൺ,
അഭിലാഷ്, ഏറെ വേദനയുള്ളൊരു വിവരം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന നാറാണി സ്വദേശിയായ രതീഷ് ബിന്ദു ദമ്പതികളുടെ മകൻ അനന്തു എന്ന 13-കാരനെ വീട്ടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഫാനിലായിരുന്നു തൂങ്ങി നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏക മകനാണ് ഈ ദമ്പതികളുടെ ഏക മകനാണ്. പഠനത്തെക്കുറിച്ചും ഒപ്പം നിരന്തരം മൊബൈൽ കാണുന്നതിനെ കുറിച്ചൊക്കെ വീട്ടുകാർ ശകാരിച്ചതിലുള്ള മനോവിഷമമാണ് ഇതിന് പിന്നിലെന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം കാരക്കുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. കാരക്കുളത്തുള്ള PPM HSS-ലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന കുട്ടി. വളരെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം വെള്ളറട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, അരുൺ മോഹൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ദുഃഖകരമാകുന്ന ഒന്ന്, ഒരു കുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്, അനന്തു എന്ന കുട്ടി. അത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിനും അങ്ങനെ പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറിയതിൽ ഒക്കെ ആ കുടുംബത്തിൽ രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കുട്ടിയെ എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്ന് 56 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 2 മലയാളികളും ഒരു താൽക്കാലിക റെയിൽവേ ജീവനക്കാരനും അറസ്റ്റിൽ ആയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, വളരെ കൃത്യമായി കേരളത്തിലേക്ക് കടത്തിയ കഞ്ചാവ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഇന്ന് പുലർച്ചെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ പോലീസ് കഞ്ചാവ് പിടികൂടിയത്. 56 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്നാണ് ഇന്ന് പുലർച്ചെ 56 കിലോ കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ 2 മലയാളികളും ഒരു റെയിൽവേ ജീവനക്കാരനും ഇതുമായി ബന്ധപ്പെട്ട്, താൽക്കാലിക റെയിൽവേ ജീവനക്കാരനാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഈ കരാർ ജീവനക്കാരനായിട്ടുള്ള ഉത്തരേന്ത്യൻ സ്വദേശി സുഖലാൽ എന്ന് പറയുന്ന ആളാണ് റെയിൽവേ ജീവനക്കാരൻ, താൽക്കാലിക റെയിൽവേ ജീവനക്കാരൻ ആയിരുന്നു അദ്ദേഹം. അയാളെ ആണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇയാളാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ 2 മലയാളികൾ കഞ്ചാവ് വാങ്ങാൻ എത്തിയ ആളുകളാണ്. ഈ 2 പേരും ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. 56 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആവശ്യം. ഇന്ന് ഇത് സംബന്ധിച്ച നിലപാട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിക്കും. കൂടുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മറ്റെവിടെയും ഇല്ലാത്ത അസാധാരണവും എന്നാൽ കൗതുകവും നിറഞ്ഞ സാഹചര്യങ്ങളാണ് മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്കലിൽ ഉള്ളത്. UDF-നായി 9 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ വാർത്തകളിൽ ഇടം പിടിച്ച കൂട്ടാലുങ്കലിൽ അന്തിമ ചിത്രം തെളിഞ്ഞപ്പോഴും വാർഡ് മെമ്പർ ഉൾപ്പെടെ 3 പേർ മത്സര രംഗത്തുണ്ട്. CPI-യിൽ നിന്നാണ് LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെങ്കിലും ഡെമ്മിയായി പത്രിക സമർപ്പിച്ച CPIM-കാരന് പത്രിക പിൻവലിക്കാനും സാധിച്ചില്ല. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്കലാണ് ഞാനുള്ളത്. കൂട്ടാലുങ്കൽ നേരത്തെ വാർത്തകൾ ഇടം പിടിച്ചത് UDF സ്ഥാനാർത്ഥികളുടെ ബാഹുല്യം കാരണമാണ്. 9 പേരാണ് UDF-ന്റെ സ്ഥാനാർത്ഥികളായി ഇവിടെ പത്രിക സമർപ്പിച്ചത്. 7 പേർ അതിൽ നിന്ന് പിന്മാറി. 2 പേർ മാത്രമാണ് UDF-ന്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നത്. അതിലൊരാളെ DCC നേതൃത്വം ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സക്കീർ മാസ്റ്റർ, അദ്ദേഹമാണ് കൈപ്പത്ത് ചിഹ്നത്തിലൂടെ മത്സരിക്കുന്നത്. നിലവിലെ വാർഡ് മെമ്പറായ ലത്തീഫ് കൂട്ടാലുങ്കൽ വിമത സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര ഇനത്തിലാണ് മത്സരിക്കുന്നത്. നടന്ന കാര്യങ്ങളെക്കുറിച്ച് സക്കീർ മാസ്റ്ററോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: എന്തുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ പ്രതിഷേധവുമായി എത്തിയതെന്ന് നിലവിലെ വാർഡ് മെമ്പർക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനയായിട്ട് വേണം കാണാനെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്.
കഴിഞ്ഞ 10 വർഷമായി ലത്തീഫും ഭാര്യയും തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിനൊരു മാറ്റം വേണം എന്നതുകൊണ്ടാണ് UDFന്റെ പ്രവർത്തകർ തനിക്കൊപ്പം നിൽക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമെന്നും ലത്തീഫിൻ്റേത് ഏകാധിപത്യപരമായിട്ടുള്ള സമീപനമായിരുന്നുവെന്നുമാണ് സക്കീർ മാസ്റ്റർ പറയുന്നത്. അതായത് നിലവിൽ ഈ വാർഡിലുള്ള മെമ്പർക്കെതിരുള്ള പ്രതിഷേധമാണ് സ്ഥാനാർത്ഥികളായിട്ട് ഉരുത്തിരിഞ്ഞു വന്നത്. കാരണം അത് ആ മെമ്പർ മാറണം. അദ്ദേഹം നടത്തിയ ഈ വാർഡിൽ നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ പ്രതിഷേധം സ്ഥാനാർത്ഥിത്വമായി. ഞാൻ യാദൃശികമായിട്ട് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ്. കാരണം ഇവിടുത്തെ ഈ വിഭാഗീയതക്കെതിരെ ഇവിടുത്തെ UDFും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, ഞങ്ങളെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അവരും അതേപോലെ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരും, ബഹുഭൂരിപക്ഷം വരുന്ന പാർട്ടി പ്രവർത്തകരും ഈ നാട്ടിലെ സാധാരണക്കാരും ഇടപെട്ടിട്ടാണ് എന്നോട് മത്സരിക്കാൻ നിർബന്ധിതനായത് ഞാൻ. പക്ഷേ ഈ ആളുടെ ധാർഷ്ട്യം കൊണ്ട്, എൻ്റെ ശിഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായില്ല. എന്ത് വന്നാലും ആര് പറഞ്ഞാലും ഇനി രാഹുൽ ഗാന്ധി തന്നെ വന്ന് മത്സരിക്കണ്ട എന്ന് പറഞ്ഞാലും ഇവിടെ മത്സരിച്ചാലും ഞാൻ മത്സരിക്കുമെന്ന ആ ഒരു രീതിയിലുള്ള ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DCC നേതൃത്വം ഇന്നലെ 2 മണിക്കാണ് എനിക്ക് ചിഹ്നം അനുവദിച്ച് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. കാരണം DCCയെയും പാർട്ടിയെയും ധിക്കരിച്ചതുകൊണ്ടാണ്. ഇവിടുത്തെ സാമാന്യ ജനം, അതുപോലെ പാർട്ടി പ്രവർത്തകർ, UDF പ്രവർത്തകർ, മറ്റുള്ള ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ മെമ്പറായ ലത്തീഫ് കൂട്ടാലങ്കൽ പ്രചരണത്തിൽ സജീവമാണ്. അദ്ദേഹം മൊബൈൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. തനിക്ക് അവസരം തരണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നേതൃത്വം തൻ്റെ വാക്കുകൾ കേട്ടില്ല. പക്ഷേ താൻ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനങ്ങൾ തനിക്കൊപ്പമുണ്ട്. വിജയിച്ചു കയറാനാകുമെന്ന ആത്മവിശ്വാസവും ലത്തീഫ് കൂട്ടാലങ്കൽ പങ്കുവച്ചു. വിമതൻ എന്ന പേര് തീർത്തും ഒരു നിർഭാഗ്യകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 27 വർഷക്കാലമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒരു സമര പോരാളിയായിട്ട് മലപ്പുറത്തും മറ്റ് മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന് രാഷ്ട്രീയ സമര പോരാട്ടങ്ങൾ 89 കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു കോൺഗ്രസ് KSU പ്രവർത്തകൻ കൂടിയാണ് ഞാൻ. ഇപ്പോൾ നിർഭാഗ്യകരമായിട്ടാണ് അങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് കടന്നു വന്നത്. പാർട്ടി എന്നെ പരിഗണിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അവസാന ഘട്ടത്തിൽ, അവസാന മിനിറ്റിലാണ് സീറ്റ് ഇല്ല എന്ന അനിഷേധാത്മകമായ ഒരു തീരുമാനം. ഏതാനും ചില ആളുകൾക്ക് ഞാനൊരു കാരണവശാലും മെമ്പറായി വരരുത് എന്നുള്ള ഒരു പിടിവാശി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം 20 വർഷത്തോളമായി ഈ വാർഡിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ സജീവമായി നിലകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പം നിലകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട എല്ലാ മേഖലകളിലും, അത് ഏത് സാഹചര്യത്തിലും പ്രതികൂല സാഹചര്യത്തിലും അവരിൽ ഒരാളായിട്ടാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. പാർട്ടി നടപടി താൽക്കാലികം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ഞാൻ പാർട്ടി നടപടി അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ പോലത്തെ ഒരു പാർട്ടി പ്രവർത്തനം മാറ്റിയ സാഹചര്യം പാർട്ടി നേതാക്കന്മാർ ഒരിക്കൽ കൂടി പുനർവിചിന്തനം നടത്തുന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് ചിഹ്നത്തിൻ്റെ ഒരു ഇതിനപ്പുറം ഈ നാട്ടുകാർ, ജനങ്ങൾ പിന്നെ നമ്മളെ സ്വീകരിക്കും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. നാട്ടുകാർ ഉറ്റുനോക്കുന്നത് അവരെ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ അവരോടൊപ്പം നിന്നത് ആര് എന്നുള്ള ഒരു ജനം വിലയിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു മുൻ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയുണ്ട് ഇവിടെ മത്സരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആലിക്കുട്ടി എന്നാണ്. അദ്ദേഹം പഴയ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ. അദ്ദേഹം കുട ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് മത്സരിക്കുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഈ വാർഡ് നടക്കുന്ന അനീതിക്കും ഇതിനൊക്കെ എതിരെയാണ്. കാരണം ഇവിടെ നടക്കുന്ന നിൽക്കുകയാണെങ്കിൽ അവർക്ക് പറ്റിയ ആൾക്കാർക്ക് മാത്രമേ പല ആനുകൂല്യങ്ങൾ ഇവർ കൊടുക്കുന്നുള്ളൂ. മനസ്സിലായി. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു മാറ്റം വരണം എന്നുള്ള ഇടക്കാണ് ഞാൻ നിൽക്കുന്നത്. പ്രചരണത്തിനൊക്കെ ഇറങ്ങിയോ? ലത്തീഫും സക്കീർ മാഷൊക്കെ പ്രചരണത്തിൽ സജീവം? ഇല്ല, ഞാൻ നാളെ എൻ്റെ പ്രസ് ബോർഡ് വെച്ചിട്ടാണ് സജീവമായിട്ട് ഇറങ്ങുക. ചിന്നക്കോടയാണ്. പാർട്ടിയിൽ നിന്ന് പിൻവലിക്കാനൊക്കെ പ്രഷർ വന്നു? ഇല്ല, വന്നിട്ടില്ല. വന്നിരുന്ന ഞാൻ മണിക്കൂല. ഞാൻ ആദ്യം തീരുമാനിച്ചാണ് സ്വതന്ത്രമായിട്ട് ഞാൻ മത്സരിക്കുന്നുണ്ട്. ആദ്യം തീരുമാനിച്ചതാണ്. കുറേ ഇവർ നേടുന്ന ഒരു അവകാശപ്പെടുന്നത് അവർ നേടിക്കോട്ടെ. എനിക്ക് പിന്നെ ഇവിടുത്തെ വലിയ ഫാമിലിയാണ് ഞാൻ. ഞങ്ങൾ തന്നെ ഇവിടെ 37 വീടുണ്ട്. എൻ്റെ ഇനീഷ്യലി അനീക്കാട് നിന്നാണ്. എങ്ങനെ വിജയിക്കാനാവുന്നുള്ള അത് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ പിന്മാന പ്രശ്നം ഇല്ല. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. മത്സരിക്കുന്നത് അതുകൊണ്ടാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്
അല്ലിപ്പറ്റ സിദ്ദിഖാണ്. അദ്ദേഹം CPIയുടെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഇത്തവണ UDF ഭിന്നത, കോൺഗ്രസിലെ ആ ഭിന്നത അത് മുതലെടുത്ത് വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് സിദ്ദിഖ് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ തവണ 850-ലേറെ വോട്ടുകൾക്ക് വിജയിച്ച വാർഡിൽ തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ വാർഡ് വിജയിച്ചു കയറുവാൻ UDF ഭിന്നത കൊണ്ട് സാധിക്കുമെന്നൊരു പ്രതീക്ഷ LDFും പങ്കുവയ്ക്കുന്നു. ഇവിടെ രണ്ടുപേരും എന്താ പറയുക, അവർ രണ്ടുപേരും ഈ കടിച്ചു കീറൽ അത് ഞങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും. പിന്നെ ഞങ്ങൾ ഇവിടെ വികസനത്തിന് ഞങ്ങളിവിടെ ഈ വാർഡിൽ രാഷ്ട്രീയം പറയുന്നത് ഞങ്ങളെ LDFിൻ്റെ വികസന നേട്ടങ്ങളാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങൾ അത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരെ മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയല്ല. സർക്കാരിൻ്റെ ഓരോ നേട്ടങ്ങളും അത് ചോദിച്ച് വോട്ടാക്കുക എന്നുള്ളതാണ്. അത്രയും നല്ല നേട്ടങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ നേട്ടങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ജനങ്ങളെ കാണുന്നത്. അത് നല്ലൊരു സപ്പോർട്ടാണ്. ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ, അതേമാതിരി ഇനി വീട്ടിലുള്ള ഓരോ സ്ത്രീകൾക്ക് 35 വയസ്സായ സ്ത്രീകൾക്ക് കൊടുക്കാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എല്ലാം ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. ഇവർ സാധ്യമാണോ ഇത്രയും ഭീകരമായ ഭൂരിപക്ഷമുള്ളൊരു വാർഡിൽ? നല്ല സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് LDF കെട്ടുറപ്പ് ഞങ്ങൾ ശക്തമായിട്ട് ഇവിടെ നേരിടും. അപ്പോൾ ആ LDFിൻ്റെ ആ കെട്ടുറപ്പ് നല്ല രീതിയിൽ ഇവിടെ പ്രതിഫലിക്കും. ഭിന്നത ഗുണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഭിന്നത ഗുണം ചെയ്യും തന്നെയാണ് പ്രതീക്ഷ. തീർന്നില്ല, ഒരു കാര്യം കൂടിയുണ്ട്. സിദ്ദിഖിന്റെ ഡമ്മിയായി പത്രിക സമർപ്പിച്ച CPMന്റെ നേതാവിന് കൃത്യമായ സമയത്ത് ഇവിടെ പത്രിക പിൻവലിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും അതുകൊണ്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം എന്താകുമെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ്. എന്താണെങ്കിലും കൂട്ടാളികളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ മറ്റ് എല്ലായിടത്തും വളരെ വ്യത്യസ്തമാണെന്ന് പറയാതെ പറ്റില്ല. കൂട്ടാളികളിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരുവനന്തപുരം നഗരസഭയിലെ വലിയ തുറ വാർഡ് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് ഇപ്പോൾ അവിടെയുള്ള ജനങ്ങൾ. തകർന്നിരിക്കുന്ന കടൽപ്പാലം എത്രയും പെട്ടെന്ന് പുതുക്കി നൽകണമെന്നതാണ് തീരദേശ വാർഡായ വലിയ തുറയിലെ ജനങ്ങളുടെ പ്രധാന ആവശ്യം. നോക്കാം ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ത് എന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം കടന്നിരിക്കുകയാണ്. വാഗ്ദാനങ്ങളും മറ്റും നൽകി പരമാവധി വോട്ട് മുന്നണികളിലേക്ക് എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ വലിയ തുറയിലാണ്. കടലാക്രമണ ഭീഷണിയും മറ്റ് പല പ്രശ്നങ്ങളും നേരിടുന്ന ഈ വാർഡിലെ ജനങ്ങൾക്കും പലതും പറയാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും രാഷ്ട്രീയത്തിലേക്കും നമുക്കൊന്ന് കണ്ണൊടിക്കാം. വലിയ തുറയിലെ ഈ ഒരു രാഷ്ട്രീയം, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം നിലവിൽ? സാഹചര്യം സൈലന്റ് പോവുകയാണ്. ആർക്കും ഒരു പ്രതീക്ഷയൊന്നുമില്ല. സൈലന്റ് മൂവിങ് ഇല്ലാതെ വേറെ ഒന്നും കൂടുതൽ പറയാനില്ല. പ്രചരണങ്ങളൊക്കെ അത് ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം തീരും. പിന്നെ എല്ലാവരും ശാന്തതയാണ്. പിന്നെ ഇനി ഈ വോട്ട് ചെയ്യുന്നവർ അവരെ മനസ്സിരിപ്പുണ്ട്. അവർക്കൊരു നിർണയമുണ്ട് ആര് വേണം ആര് വേണ്ട. ഇപ്പോഴത്തെ ഒരു കുഴപ്പമില്ല. ഭരണത്തിലും ചില പെൻഷൻ്റെ ഇതിലൊക്കെ നല്ല ഒരു കാഴ്ചവെപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഇത്തിരി ആവേശം കൂടുതലാണ് ഭരണകക്ഷീൻ്റെ കൂടെ. പൂർണ്ണമായി ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥി തന്നെ ജയിക്കേണ്ട സാധ്യത ഉണ്ട്. ഇവിടെ മത്സര പോട്ടി നടക്കുന്നുണ്ട്. എന്നാലും ആ ഇപ്പോഴത്തെ നിലമയിൽ ഭരണകക്ഷിയെ പോകും. എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഇവിടെ ഉണ്ടായി മറ്റുള്ളവരെ കണക്ക് വഴക്കോ വലിയ ഇവിടെ ഒന്നുമില്ല. ആര് വേണമെങ്കിലും നിൽക്കുകയോ ജയിക്കുകയോ അടി വഴക്കൊന്നുമില്ല. അവർ നടത്തുന്നു. BJP ഒരു സൈഡ്, കോൺഗ്രസ് ഒരു സൈഡ്. അപ്പം ഇടതുപക്ഷത്തിൻ്റെ അങ്ങനെ ഒരു ചലനം ഇല്ല. അറിയാം, അവർ മൂവിങ് ഇതിലാണ് പോണത്. ഇവിടെ കൂടുതലും കോൺഗ്രസ് കുത്തകയായിരുന്നു. ഇപ്പോൾ LDF ഒന്നൊന്നായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുക പല ഭാഗങ്ങളിൽ. ഇതേ എനിക്കുള്ള പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ പെൻഷൻ്റെ കാര്യം തന്നെ, വേറെ എന്തിനു പറയാൻ. 600 രൂപ കൊടുത്തിരുന്നത് ഇപ്പം 2000 ആക്കി. അപ്പോൾ 600 രൂപ കൊടുത്തോണ്ടിരുന്ന അതിന് എത്രയോ മാസത്തെ കടമച്ചണ്ടാണ് അവൻ പോക്കളഞ്ഞത്. ഇപ്പോൾ രൂപ 2000 കൊടുക്കുകയാണ്. അവൻ കോൺഗ്രസ് തറയിൽ കിടക്കുകയാണ്. അവന് ഒരു കാലത്ത് പൊങ്ങ വിടരുത്. പൊങ്ങ വിട്ടാൽ ജനങ്ങൾക്ക് നാശം. ഇത് കോർപ്പറേഷൻ ഇടതുപക്ഷമേ പിരിക്കുകയുള്ളൂ. കാര്യം മറ്റേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഇപ്പോൾ 8 വാർഡുണ്ട്. അതിലിനി 51 കിടക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ഇപ്പം പഴയ തീരദേശമൊന്നും അല്ല. ഇപ്പം ഇടതുപക്ഷത്തിന് വേണ്ടി നല്ല അനുകൂലമായ സാഹചര്യങ്ങളാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരം മൊത്തവും, തിരുവനന്തപുരം മാത്രമല്ല കേരളം ഇന്ന് അവർ ചെയ്യുന്ന ഈ ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ
ഇന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല അനുകൂലമായ ട്രെൻഡാണ് ഇടതുപക്ഷത്തിന്. ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മുൻ കൗൺസിലർ തന്നെ ഇവിടെ ജയിക്കും, വലിയ LDFിൻ്റെ സ്ഥാനാർത്ഥി. വേറെ ഇവിടെ ആരും പറയുന്നില്ല. ഭരണം കേരളത്തിലാണെങ്കിൽ പിണറായി ഭരിക്കുന്നതാണ് കൊള്ളാൻ തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, ശിവപ്രാർത്ഥിക്ക് തന്നെ ജയിക്കും. ഞങ്ങളെല്ലാം കോൺഗ്രസ്സാണ്. എന്താണ് ഇത്തവണ ജയിക്കോ? ആര് ജയിക്കും? വലിയ തുറന്ന് ആര് ജയിക്കും ഇലക്ഷന്? അയറി അത് തന്നെ എൻ്റെ ജീവിതം. നമ്മുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഭൂമി ഇവിടെ തുറമുഖത്ത് ആരെന്തൊരു നല്ലത് ചെയ്യുമോ അവർ ജയിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് തന്നെ ജയിക്കുന്നവർ നല്ലത് ചെയ്യുകയും ചെയ്യണം, നല്ലത് ചെയ്യുന്നവർ ജയിക്കുകയും ചെയ്യണം. കഴിഞ്ഞ 5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചു? എവിടെ പാലിച്ച് ഞങ്ങൾക്കൊന്നും വേണ്ട, കടൽപ്പാലം കെട്ടി തന്നാൽ മതി. ആരോ ജയിക്കി കടൽപ്പാലം കെട്ടിത്തരണം. ഞങ്ങളുടെ ജീവിതം അതാണ്. ഞങ്ങളുടെ കടലിലെ മക്കൾക്ക് ജീവിക്കാനുള്ളത് അതാ. വലിയ തുറ ആരും ജയിക്കുമെന്ന് അറിയത്തില്ല. രണ്ടും വേണ്ടപ്പെട്ട സഹോദരങ്ങൾ നിൽക്കുന്നത്. നന്മ ചെയ്യുന്നവരാരെങ്കിലും രണ്ടുപേരും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലല്ലോ. ആരെങ്കിലും ഒരാൾ ജയിക്കും ഈശ്വരന്റെ കാൽപുണ്യം കൊണ്ട്. ഞങ്ങളുടെ 2 പിള്ളേർ ഇവിടെ ഉള്ള പിള്ളേരിന് നിൽക്കുന്നു. 3 പിള്ളേരുള്ളത് 3 ഇവിടത്തെ ഉള്ളത് തന്നെ ഇവിടെ നിൽക്കുന്നു. ആര് നന്മ ചെയ്യുമോ നാട്ടിൽ നല്ലത് ചെയ്യുന്നവർക്ക് ജയിക്കണമെന്ന് തന്നെ നമ്മളും പ്രാർത്ഥിക്കുന്നു. സാധ്യത UDF വരുമെന്നായ അട്ടിമറി ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ LDFിന്റെ അറിയാമല്ലോ കാര്യങ്ങൾ. അതൊക്കെയാണ് കാരണം. അധികാരം ഭരണം വന്നേ തീരൂ. അടുത്ത മത്സരമായിരിക്കും. യെസ്, ഇതാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെങ്കിൽ വീണ്ടും ഭാരതാംബ വിവാദം ഉണ്ടാവുകയാണ്. അത് ഹൈക്കോടതിയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ ആണ് വിവാദം. അഭിഭാഷക പരിഷത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഭവത്തിൽ DYFI അഭിഭാഷക യൂണിറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പിന്നാലെ പ്രതികരണവുമായി ഗവർണറും രംഗത്തെത്തി. പരിപാടികളിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വയ്ക്കുന്നത് പലരും വിലക്കുന്നുവെന്നും രാജ്ഭവനിൽ വന്ന് ചിലർ ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചു എന്നുമായിരുന്നു ഗവർണറുടെ പ്രതികരണം. ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, നേരത്തെയും ഭാരതാംബ വിവാദം ഉണ്ടായതാണ്. പക്ഷേ അതിനെ അങ്ങനെ നിയമപരമായി ഒന്നും തടയുക എന്നത് പ്രായോഗികമല്ല എന്നതായിരുന്നു പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിപ്പോൾ അഭിഭാഷകരുടെ സംഘടന എന്ന് പറയുമ്പോൾ അത് സംഘപരിവാർ അനുഭാവ സംഘടനയായിരുന്നോ? എന്താണ് ഈ ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദം? അഭിലാഷ, ഭാരതീയ അഭിഭാഷക പരിഷത്തിൻ്റെ, അതായത് സംഘപരിവാർ അനുഭാവമുള്ള സംഘടനയാണ്. അതിൻ്റെ പരിപാടിയിലാണ് ഗവർണർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ഹാളിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ പങ്കെടുത്തത്. അങ്ങനെയാണ്. സ്റ്റേജിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. അതേസമയം തന്നെ ഗവർണർ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പലരും ഭാരതാംബയെ ഈ വേദിയിൽ പ്രതിഷ്ഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഭാരതാംബയെ പ്രതിഷ്ഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ദേശീയതയും സംസ്കാരവും ഒന്നു തന്നെയാണ്. ഭാരതാംബയെ ഇത് ഏതാണ് സ്ത്രീ എന്ന് വന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതേസമയം ഈ ഭാരതാംബയെ ഹൈക്കോടതിയിലെ ഒരു പരിപാടിയിൽ ഈ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് മുന്നിൽ വിളക്ക് കൊളുത്തിയതുമായി ബന്ധപ്പെട്ട് DYFIയുടെ അഭിഭാഷക സംഘടന പരാതി നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരാതി നൽകിയിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവാദമുണ്ടാക്കൽ, ആ നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് DYFIയുടെ നിലപാടും. അത് തന്നെയാണ് DYFI പറയുന്ന പരാതിയിലും അത് തന്നെയാണ്. അതേസമയം ഗവർണർ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്ഷേത്രങ്ങൾ തകർത്തിട്ടും സന്യാസികളെ ഇല്ലാതാക്കിയിട്ടും സംസ്കാരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. വിദ്യാഭ്യാസ സമ്പ്രദായം തകർന്നാൽ സ്വത്വം നഷ്ടപ്പെടും. സാംസ്കാരിക അധിനിവേശം കുടുംബങ്ങളിൽ പോലും സംബന്ധിച്ചു. സെക്യുലറിസം എന്നത് മതനിരപേക്ഷതയല്ല, ധർമ്മനിരപേക്ഷതയാണ് എന്നും ഗവർണർ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. അതേസമയം ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതമാതാവിനെ ആഘോഷിച്ചില്ലെങ്കിൽ മറ്റെന്താണ് ആഘോഷിക്കുക എന്നും ഗവർണർ എടുത്തു ചോദിക്കുകയുണ്ടായി. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വീണ്ടും ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഹാളിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് DYFI ചൂണ്ടിക്കാണിക്കുന്നു. ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ട DYFI പരാതി നൽകിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിനും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകാനാണ് DYFIയുടെ നീക്കം. എന്തായാലും ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം ചോദ്യം ചെയ്യപ്പെടും.
ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ അഭിഭാഷക സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. സംഘപരിവാർ അനുഭാവമുള്ള സംഘടനയാണ് അഭിഭാഷക പരിഷത്ത്. അവർ നടത്തിയുന്ന നാഷണൽ ലോ ഡേയുടെ ഭാഗമായുള്ള പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ നൽകിയത്. തെക്കൻ കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കന്യാകുമാരി കടലിന് സമീപത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. തീവ്ര ന്യൂനമർദ്ദമായി ഇത് ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കാട്ടാന ശല്യം രൂക്ഷമായതോടെ മനംനൊന്ത് 2.5 ഏക്കറിലെ വാഴകൾ വെട്ടിക്കളഞ്ഞ് ഒരു കർഷകൻ. തൃശൂർ പരിയാരത്ത് കോട്ടമലയിൽ സാബുവിനാണ് കൃഷി നടത്താൻ കഴിയാതെ വാഴകൾ നശിപ്പിക്കേണ്ടതായി വന്നത്. കഴിഞ്ഞ ദിവസം 500ഓളം വാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചിരുന്നു. തോട്ടത്തിലേക്ക് സ്ഥിരമായി കാട്ടാനകൾ എത്തി വാഴകൾ നശിപ്പിക്കുകയാണ്. ഒരു വർഷത്തിനിടെ 10ലേറെ തവണയാണ് ഈ പ്രദേശത്ത് കാട്ടാനകൾ എത്തുകയും അങ്ങനെ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്തത്. ഇതിൽ മനംനൊന്താണ് ഈ കർഷകന്റെ പ്രവൃത്തി. ഞങ്ങൾ ഒരു 50 വർഷമായിട്ട് എൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറൊക്കെ ആയിട്ട് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം നാശമാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ എൻ്റെ ഈ 4-5 ദിവസമായിട്ട് എൻ്റെ പറമ്പിൽ ആന വന്ന് ഈ കാണുന്ന 500-600ഓളം വാഴ ഏകദേശം നശിപ്പിച്ച് ഒരു 100 വാഴ ഉണ്ടായത്. എനിക്ക് ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞ് ഇനിയും വരുമോ എന്നുള്ള പേടി കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് വെട്ടി അവസാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ചുറ്റും നമ്മളുടെ പറമ്പിനോട് ചുറ്റും ഫെൻസിങ് മതിലുണ്ടായിരുന്നു. മതിലും തട്ടി കളഞ്ഞിട്ടാണ്, ഫെൻസിങ്ങും ഉണ്ടായിരുന്നു, അതും കളഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ വാഴ എല്ലാം തീർന്നു. ഞാൻ എൻ്റെ കൃഷി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 100ഓളം വാഴ ഞാൻ തന്നെ വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ ഇനിയിപ്പോൾ അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വരില്ലേ. അപ്പോൾ ഇത് എനിക്കറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അതിന് നമ്മുടെ ആളുകളൊക്കെ, നമ്മുടെ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുക എന്നത്. ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി എന്ന വാർത്തയും ചിലപ്പോൾ കേൾക്കാറുണ്ട്. ചില അധ്യാപകർ വാരിക്കോരി മാർക്ക് നൽകും, ചിലർ അങ്ങനെ നൽകില്ല. ഇങ്ങനെയുള്ള പരാതികൾ കുട്ടികളും പറയാറുണ്ട്. ഇനി ആ പരാതികൾ ഒന്നും വേണ്ട. AI അധിഷ്ഠിത ഇന്റേണൽ മൂല്യനിർണ്ണയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുകയാണ് ഒരു കോളേജ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എൽദോമാർ ബെസേലിയോസ് കോളേജാണ് പൂർണ്ണമായും AI അധിഷ്ഠിത ഇന്റേണൽ മൂല്യനിർണ്ണയ സംവിധാനം വിജയകരമായി നടപ്പാക്കിയത്. AI അധിഷ്ഠിത ഇന്റേണൽ മൂല്യനിർണ്ണയ സംവിധാനം നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് എന്ന നേട്ടവും മരിയൻ അക്കാദമി സ്വന്തമാക്കി. കോളേജിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഗവേഷണ വിഭാഗമായ മാംസ് AI ആണ് പരീക്ഷാ നടത്തിപ്പിനായി നൂതന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത്. MBA ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റുഡൻസിന്റെ ഇന്റേണൽ അസസ്മെന്റ് വാലുവേഷനാണ് ഈ സിസ്റ്റത്തിലൂടെ വിജയകരമായി പൂർത്തിയാക്കിയത്. ആദ്യം സിലബസിന് അനുയോജ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കി. പിന്നീട് കുട്ടികളുടെ ഉത്തരങ്ങൾ വിലയിരുത്തി. മാത്രവുമല്ല, ഫലപ്രസിദ്ധീകരണം ഉൾപ്പെടെയുള്ള മുഴുവൻ അക്കാദമിക് പ്രവർത്തനങ്ങളും ഈ സോഫ്റ്റ്വെയറിലൂടെ സാധ്യമായി. ഇന്റേണൽ പരീക്ഷകൾക്കുള്ള ചോദ്യങ്ങൾ വെറും 1 മിനിറ്റിനുള്ളിലാണ് സോഫ്റ്റ്വെയർ വഴി തയ്യാറാക്കിയത്. റിസൾട്ട് 10 മിനിറ്റിനുള്ളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. റിസൾട്ട് ഉൾപ്പെടെ അധ്യാപകർക്ക് ക്രോസ് ചെക്ക് ചെയ്യുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു. അധ്യാപകരുടെ ജോലിഭാരം ഗണ്യമായി കുറയുന്നു. മൂല്യനിർണ്ണയം കുറ്റമറ്റതാകുന്നു. കുട്ടികളുടെ റിസൾട്ട് കൃത്യസമയത്ത് പ്രസിദ്ധീകരിക്കാനാകുന്നു. അങ്ങനെ AI വാല്യുവേഷന്റെ ഗുണങ്ങൾ ഏറെയെന്ന് പ്രൊജക്ട് ഹെഡ് എൽദോസ് PU, മുഹമ്മദ് ആദിൽ എന്നിവർ പറയുന്നു. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലും ഈ സംവിധാനം നടപ്പിലാക്കി കുട്ടികളുടെ പഠന നിലവാരം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് കോളേജിന്റെ തീരുമാനം. ന്യൂസ് 18 കോതമംഗലം. ജനുവരി 18 മുതൽ തിരുനാവയിൽ നടക്കുന്ന കുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി ആദ്യ അവലോകന യോഗം. മഹാമണ്ഡലേശ്വർ യോഗി ആനന്ദവനം, വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യർ, സാമൂതിരി ദേവസ്വം പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കുംഭമേളയ്ക്ക് സമാനമായ രീതിയിലാണ് തിരുനാവായയിൽ മാഘമകം മഹോത്സവം നടത്താനൊരുങ്ങുന്നത്. കന്യാകുമാരി, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മൂകാംബിക തുടങ്ങി 4 അംബികാ ക്ഷേത്രങ്ങളിൽ നിന്ന് തെളിച്ച ദീപവുമായി ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് രഥയാത്ര തുടങ്ങുക.
ജനുവരി 18-നാണ് തിരുനാവായയിൽ മാഘമക ചടങ്ങുകൾ. ഗംഗാ ആരതിക്ക് സമമായ നദീപൂജകൾ, യാഗങ്ങൾ, സത്സംഗം തുടങ്ങിയ ചടങ്ങുകൾ ഈ ദിവസങ്ങളിൽ നടക്കും. ഫെബ്രുവരി 3-നാണ് സമാപനം. കേരളത്തിന്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന കേരളത്തിന്റെ സനാതന സംസ്കൃതിയിൽ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന മഹാമാഘ മഹോത്സവം ഇടക്കാലത്ത് വെച്ച് വളരെയേറെ തെറ്റിദ്ധരിപ്പിലുകൾക്കും ഒക്കെ വിധേയമായി അത് നിന്നുപോയ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് അതിനെ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതപ്പുഴയിലെ മണൽത്തിട്ടയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കും. നവാമുകുന്ദ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തീരത്തും മണൽത്തിട്ടയിലുമായിരിക്കും ചടങ്ങുകൾ. ഇന്നത്തെ മഹാമാഘത്തിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് സംഘാടക സമിതി രൂപീകരണമായിരുന്നു. നിറഞ്ഞ തുളുമ്പുന്ന ഒരു സദസ്സായിരുന്നു. ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്തായാലും എല്ലാ ജില്ലകളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ പലവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ ഒരു സംഘാടക സമിതിയിൽ ഉൾപ്പെടാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. ഏതായാലും ഈ വർഷത്തെ മാഘമേള കുംഭമേളയ്ക്ക് തുല്യമായി തന്നെ ഞങ്ങൾ ശക്തിയോടുകൂടി നടത്തുമെന്ന് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുമെന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടെ വിശ്വസിക്കുകയാണ്. ജനുവരി 18 മുതൽ നടക്കുന്ന മഹാസംഗമത്തിലേക്ക് സന്യാസിമാരും ആധ്യാത്മിക സംഘടനാ പ്രതിനിധികളും എത്തും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിൻ സർവീസ് ഉണ്ടാകും. ഇവിടെ എത്തുന്നവർക്ക് തിരുനാവായിലും പരിസര പ്രദേശങ്ങളിലുമാകും താമസ സൗകര്യം. ന്യൂസ് 18 തിരൂർ. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.